പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്നൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയും ജലജയും ജാനകിയുമൊക്കെ നമ്മുടെ ദേവയാനി നയനയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ദേവയാനിക്ക് കരൾ കൊടുത്തത് നമ്മുടെ നയനയാണെന്നുള്ള സത്യവും എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അനാമികയാണെങ്കിൽ ഇത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ദേവയാനി മുഖേന എല്ലാ സ്വത്തുക്കളും അവൾ കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അനാമികയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ദേവയാനിയെ അനാമിക സ്നേഹിച്ചതുപോലും. അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു സത്യം നമ്മുടെ അനാമിക തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ നയനയെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തണം, അല്ലെങ്കിൽ അവളെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം മാത്രമേ അനാമികയുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ എൻ്റെ മുമ്പിൽ അവൾ നെളിഞ്ഞ് നടക്കണ്ട, അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അനാമികയുള്ളത്. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛനെയും അമ്മയെയും അവൾ വിളിക്കുകയാണ്. ആ സമയത്ത് അവളെ കുറച്ചു കാലം അങ്ങനെ കിടത്തണം, എന്നിട്ട് ആരുമില്ലാത്ത തക്കം നോക്കിയിട്ട് അവളെ കഷ്ടപ്പെടുത്തണം മോളെ എന്നുള്ള രീതിയിലൊക്കെ അനാമികയുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അതൊക്കെ എങ്ങനെ പറ്റാനാണ് അമ്മേ, അവളെ കിടത്താനും അപകടപ്പെടുത്താനൊന്നും തൽക്കാലം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതു നേരവും ആ ദേവയാനി എന്ന് പറയുന്ന ആ അമ്മയുണ്ടല്ലോ, എന്നെ വഞ്ചിച്ചവർ അവരെപ്പോഴും അവളുടെ കൂടെ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് അവർ എപ്പോഴും അവരുടെ കൂടെ തന്നെയാണ്. എന്താണ് അവരുടെ ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരിക്കലും അത് പിടിച്ചു നിൽക്കാനോ സഹിക്കാനോ പറ്റുന്നില്ല. രണ്ടെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, മോള് തൽക്കാലം ക്ഷമിക്ക്, എന്തായാലും അച്ഛനുമായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തിരിച്ചടി അവൾക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ. അവൾ വേദന കൊണ്ട് പുളയുന്നത് എനിക്ക് കാണണം എന്നുള്ള രീതിയിൽ അനാമികയും രേവതിയും ഒക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും ഒരു പണി തന്നിട്ട് അതൊരു വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛൻ്റെ മുഖേന ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അനാമിക ബാൽക്കണിയിൽ ഇങ്ങനെ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്തും ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്തുമാണ് നമ്മുടെ ദേവയാനിയും ആദർശം പുറത്തോട്ട് പോകുന്ന കാഴ്ച കാണുന്നത്. ആ സമയത്ത് തന്നെ നയനയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ നയന എന്തെടുക്കുകയാണ് എന്ന് പോയി നോക്കുന്ന സമയത്ത് നയന ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അനാമിക കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൾക്കൊരു മുട്ടൻ പണി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നയന കുളിച്ച് ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് നമ്മുടെ അനാമിക എണ്ണ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. പക്ഷേ ഈ വിവരമൊന്നും നമ്മുടെ നയന അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നയന കുളി കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന സമയത്ത് ആ ഒരു എണ്ണയിൽ ചവിട്ടിയിട്ട് താഴെ വീഴുകയാണ്. അത് നല്ല ഒന്നൊന്നര വീഴ്ച തന്നെയായിരുന്നു. എഴുന്നേൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നയന നിലവിളിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പതുക്കെ എഴുന്നേൽക്കാൻ വയ്യാതെ ഫോൺ എടുത്തിട്ട് ആദർശിനെ വിളിച്ച് വിവരം പറയുകയാണ്. എന്താ പറ്റിയത് എന്നറിയില്ല, ഞാൻ വീണു ആദർശേട്ടാ, എനിക്ക് എഴുന്നേൽക്കാനും ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ദേവയാനിയും ആദർശിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിവരമറിഞ്ഞ് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മോളുടെ അടുത്ത് എത്തണം, എന്താ സംഭവിച്ചത് എന്ന് അറിയില്ലല്ലോ, ഒന്നും പറ്റാതിരിക്കട്ടെ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ദേവയാനിയും ആദർശം വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ നയന വീണ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ദേവയാനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ നയനയെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് ദേവയാനി തറയിൽ എണ്ണ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ നയനയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ തറയിൽ എണ്ണ, നീ എടുത്ത് മുടിയിൽ തേക്കുന്ന സമയത്ത് എങ്ങാനും ചിന്തിയതാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നയന തലയിൽ ഒഴിക്കുന്ന സമയത്ത്, തലയിലിടുന്ന സമയത്ത് വീണതാണെങ്കിൽ ഇത്രത്തോളം ഒന്നും ഉണ്ടാവില്ലല്ലോ, ഇത് ആരോ കൊണ്ട് ഒഴിച്ച പോലെയാണല്ലോ ഇരിക്കുന്നത്, ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇത് ആരോ നയനയെ വീഴ്ത്താൻ വേണ്ടിയിട്ട്, മോളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. ഇപ്പോൾ എല്ലാവരും ശത്രുക്കളാണല്ലോ ഇവിടെയുള്ളത്. പ്രത്യേകിച്ച് ഞാൻ മോളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇവളെ അപായപ്പെടുത്താൻ നിൽക്കും എന്നുള്ള ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചതല്ലോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ പറയുകയാണ്.
അങ്ങനെ ആദർശ് പറയുന്നുണ്ട് ഇതെന്തായാലും മറ്റാരും ആയിരിക്കില്ല, ഒന്നെങ്കിൽ ജലജാൻ്റെ അല്ലെങ്കിൽ അനാമിക, ഇവർ രണ്ടുപേരിലും ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ആദർശ് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എന്തായാലും ഇതാരാണ് ചെയ്തത്, ഈ മുറിയിൽ ആരാണ് കയറിയത്, എങ്ങനെ അവർക്ക് ധൈര്യം വന്നു എന്നുള്ള രീതിയിലൊക്കെ കണ്ടെത്തണം എന്നുള്ളൊരു തീരുമാനം ദേവയാനി എടുക്കുകയാണ്. അങ്ങനെ ആദർശം പറയുന്നുണ്ട് എന്തായാലും അക്കാര്യം ഇതാരാ ചെയ്തത് എന്നുള്ളത് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ, നയനയുടെ മേൽ ഇനി കൈവയ്ക്കാൻ ആരും വരരുത്, അവളെ അപകടപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എന്തായാലും മോൾക്ക് നല്ല വേദനയുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അനാമിക.